നമ്മുടെ വയർ അഥവാ ഗട്ട് നമ്മുടെ ഹൃദയത്തെയും തലച്ചോറിനെയും പ്രതിരോധ ശക്തിയെയും ബിപിയെയും കൊളസ്ട്രോളിനെയും എന്തിനേറെ മാനസിക അവസ്ഥയെ വരെ ഗംഭീരമായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങളോട് ആരും പറയാത്തൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് പ്രായം കൂടുന്ന പോലെയല്ല നിങ്ങളുടെ വയറിന് പ്രായം കൂടുന്നത്. വയറിന് പ്രായത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ കൊണ്ട് ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജനനം മുതൽ വയറിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതും വയറിന് പ്രായം കൂടുന്നത് എങ്ങനെ തടയാമെന്നുള്ളതും ആരോഗ്യപരമായ ഒരു ഗട്ടിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതും നമുക്ക് നോക്കാം. പല ഹാർട്ട് പ്രശ്നങ്ങളും ബ്രെയിൻ പ്രശ്നങ്ങളും പ്രതിരോധ ശക്തിയുടെ പ്രശ്നങ്ങളും സത്യത്തിൽ വയറിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മളെല്ലാവരും ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ വയർ എന്ന് പറഞ്ഞാൽ കാലിയായ ഒരു പുതിയ വീട് പോലെയാണ്. അതിനകത്ത് ഒരു ഫർണിച്ചറും ഇല്ല. എന്നാൽ അതിനുശേഷം മാതാവിന്റെ ജനനേന്ദ്രിയത്തിലൂടെ നമ്മൾ പുറത്തു വരുന്ന വഴിയിലും ഇനി സിസേറിയൻ ആണെങ്കിൽ പോലും അതിനുശേഷം മുലപ്പാൽ കുടിക്കുന്ന സമയത്തും നമ്മുടെ വയറിനകത്ത് ബാക്ടീരിയകൾ കയറുകയാണ്. പുതിയ വീട്ടിൽ ഫർണിച്ചറും ഫിറ്റിംഗ്സ് ഒക്കെ വരുന്ന പോലെ പതുക്കെ വീടിന്റെ പല ഭാഗത്തായിട്ട് ഈ ഫർണിച്ചറുകൾ സെറ്റ് ആവുകയാണ്. ബാക്ടീരിയകൾ പെറ്റുപെരുകയാണ്. ഏകദേശം ഒരു 3 വർഷം കൊണ്ട് നല്ല ബാക്ടീരിയകൾ വയറ്റിൽ ഒരു അടിത്തറയിടുകയാണ്. ഈ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സിസ്റ്റത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് അപകടമുള്ളത്, എന്തൊക്കെയാണ് നല്ലത്, ടോക്സിൻസിനോടൊക്കെ എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ ട്രെയിൻ ചെയ്യാണ്. കുട്ടികളെ ടീച്ചർമാർ ട്രെയിൻ ചെയ്യുന്ന പോലെ ഇതേ ബാക്ടീരിയകൾ തന്നെയാണ് ശരീരത്തിൽ നീർക്കെട്ട് വരുന്നത് തടയുന്നത്, ബിപി കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നത്, കൊളസ്ട്രോൾ എങ്ങനെ നിയന്ത്രിക്കണം തീരുമാനിക്കുന്നത്, ഹൃദയാരോഗ്യത്തിനെ സംരക്ഷിക്കുന്നത്. എന്നാൽ നമുക്ക് പ്രായം ചെല്ലുന്നതിനനുസരിച്ച് ഒരു പ്രധാന മാറ്റം സംഭവിക്കുകയാണ്. ഈ ബാക്ടീരിയകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിലെ വൈവിധ്യമാണ്. പലതരത്തിലുള്ള പല ജോലികൾ ചെയ്യുന്ന ബാക്ടീരിയകളുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായത്തിനനുസരിച്ച് ചില ബാക്ടീരിയകൾ ഇല്ലാതായി പോകുമ്പോൾ ചില ജോലികൾ ചെയ്യാൻ ആളില്ലാതാവുകയാണ്. ഒരു കാട് പോലെയാണ്, അതിൽ ഒരുപാട് മരങ്ങളും ചെടികളും ഉണ്ടാവും. എന്നാൽ അതിൽ ആ വൈവിധ്യം നഷ്ടപ്പെടുകയാണ്. ഉപകാരമില്ലാത്ത ചെടികളും കളകളും മാത്രം വളരുകയാണെങ്കിൽ ആ കാട് പിന്നെ നശിച്ചു പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ നല്ല ജോലികൾ ചെയ്യുന്ന ബാക്ടീരിയകൾ ഇല്ലാതാവുകയാണ്. നീർക്കെട്ട് കുറക്കുന്ന ബാക്ടീരിയ ചിലപ്പോൾ നഷ്ടപ്പെടാം, ബിപി നോർമലാക്കുന്ന ബാക്ടീരിയ നഷ്ടപ്പെടാം. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതിൽ ഒന്നാമത്തെ കാരണം പ്രായം ചെല്ലുന്നതിനനുസരിച്ച് നമ്മുടെ ആമാശയത്തിലെ ആസിഡിന്റെ അളവ് കുറയുന്നുണ്ട്. അതുപോലെ തന്നെ ദഹിപ്പിക്കുന്ന എൻസൈമുകളുടെ അളവ് കുറയുന്നുണ്ട്. ഇത് കാരണം ആമാശയത്തിൽ നിന്ന് കുടലിലേക്ക് ഭക്ഷണം എത്തുമ്പോഴേക്കും അത് മുഴുവനായിട്ട് ദഹിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ കുടലുള്ള ചീത്ത ബാക്ടീരിയകളാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുക. നല്ല ബാക്ടീരിയകൾ എണ്ണം കുറയാണ്. രണ്ടാമതായിട്ട് നമ്മുടെ പ്രായം കൂടുമ്പോൾ കുടലിന്റെ മുന്നോട്ടുള്ള അനക്കം കുറയാണ്. അപ്പോൾ ചില ഭക്ഷണങ്ങൾ കൂടുതൽ സമയം കുടലിൽ കെട്ടിക്കിടക്കുന്നു. ഇത് കാരണം ചീത്ത ബാക്ടീരിയകൾ കൂടാണ്. മൂന്നാമതായിട്ട് പ്രായം കൂടുമ്പോൾ നമ്മുടെ പ്രതിരോധ ശക്തി കുറയുന്നുണ്ട്. ഇത് കാരണം ചീത്ത ബാക്ടീരിയകളെ പുറത്താക്കാൻ നമ്മുടെ വയറിന് പറ്റാതെ വരികയാണ്. നാലാമതായിട്ട് നമ്മുടെ പ്രായം ചെല്ലുമ്പോൾ കുടലിനകത്ത് തൊലിക്ക് ബലക്ഷയം വരികയാണ്. ലീക്കി ഗട്ട് എന്നാണ് ഇതിന് പറയുക. ഈ ക്രാക്കിലൂടെ ദഹിക്കാത്ത ഭക്ഷണങ്ങളും ടോക്സിൻസ് ഒക്കെ രക്തത്തിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഇത് കാരണം നീർക്കെട്ട് കൂടും. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ശരീരത്തിനകത്ത് അഥീറോസ്ക്ലിറോസിസ് എന്ന് പറയുന്ന ബ്ലോക്കിന്റെ അസുഖം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബിപി കൂടുന്നുണ്ട്, ക്ലോട്ട് വരാനുള്ള സാധ്യത കൂടുന്നുണ്ട്. ഹാർട്ടിന്റെ പമ്പിംഗ് ഒക്കെ കുറഞ്ഞവർക്ക് ഹാർട്ട് ഫെയിലിയർ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന പ്രശ്നം സ്ത്രീകളിൽ മാസമുറ നിന്നതിന് ശേഷം അവരുടെ ഹോർമോണിൽ വരുന്ന മാറ്റങ്ങൾ കാരണം ഈ പറയുന്ന ബാക്ടീരിയകളുടെ താളം തെറ്റുന്നുണ്ട്. അത് കാരണമാണ് പലപ്പോഴും സ്ത്രീകൾക്ക് മെൻസസ് നിന്ന് കഴിഞ്ഞാൽ വണ്ണം വെക്കുന്നത്, ഷുഗർ വരാൻ സാധ്യത കൂടുന്നത്, കൊളസ്ട്രോൾ കൂടുന്നത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നത്, ബിപി കൂടുന്നത്. ഇനി നമ്മുടെ കുടൽ എങ്ങനെ ചുറുചുറുക്കോടെ നിലനിർത്താം എന്നുള്ളത് നോക്കാം. അതിൽ പ്രധാനപ്പെട്ടത് നല്ല ബാക്ടീരിയകൾക്കുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടത് ഫൈബറാണ്. അതിനായിട്ട് പച്ചക്കറികളിലൂടെയുള്ള ഫൈബർ തന്നെ കിട്ടണം. സപ്ലിമെന്റ് മാത്രമല്ല, ഓരോ തരം ഫൈബറും ഓരോ തരം ബാക്ടീരിയകൾക്കാണ് വേണ്ടി വരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തത് ഫെർമെന്റഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. യോഗർട്ട്, തൈര് തുടങ്ങിയവ ഇതിനകത്തുള്ള നല്ല ബാക്ടീരിയകൾ കുടലിനെ സെറ്റ് ആക്കുന്നുണ്ട്. പക്ഷേ ഇത് കുടലിൽ തങ്ങി നിൽക്കണമെന്നില്ല. അത് അതിന്റെ ജോലി ചെയ്തിട്ട് പുറത്തേക്ക് പോയിക്കോളും. ഡെയിലി കഴിക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് എക്സർസൈസ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എക്സർസൈസ് ചെയ്യുമ്പോൾ കുടലിലേക്കുള്ള രക്തോട്ടം കൂടുന്നുണ്ട്, വയറിന്റെ അനക്കം കൂടുന്നുണ്ട്, നീർക്കെട്ട് കുറയുന്നുണ്ട്. ഇത് നല്ല ബാക്ടീരിയ സഹായിക്കും. നാലാമതായിട്ട് ചില ഗട്ട് ഡിസ്ട്രോയേഴ്സ് ഉണ്ട് നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ആന്റിബയോട്ടിക് മരുന്നുകളാണ്. ആന്റിബയോട്ടിക് മരുന്നുകൾ നിർബന്ധമാണെങ്കിൽ കഴിക്കാൻ വേണം. പക്ഷേ അതിനുശേഷം പ്രോബയോട്ടിക് ഉപയോഗിച്ചിട്ട് കുടലിലെ ബാക്ടീരിയയെ നന്നാക്കിയെടുക്കണം. അതുപോലെ ഒഴിവാക്കേണ്ടതാണ് അൾട്രാ പ്രോസസ്ഡ് ഫുഡുകൾ, കൃത്രിമ മധുരങ്ങൾ. അഞ്ചാമതായിട്ട് ഇടയ്ക്കൊക്കെ പ്രോബയോട്ടിക് വാങ്ങിയിട്ട് കഴിക്കാം. ഇതിനകത്ത് നല്ല ബാക്ടീരിയകൾ കൃത്യമായ അളവിലുണ്ടാവും.